മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ശബ്ദത്തിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, പനിയാണ്, അതുകൊണ്ടാണ്. മക്കളെ, അങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിരിക്കുവാണ്. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് ക്വിക്ക് അനലൈസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഒഫീഷ്യൽ ആൻസർ കീ വന്നിരിക്കുവാണ്. മക്കളെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മക്കളെ, നമ്മുടെ പഠന രീതി ഇനി ചേഞ്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി, സോ നമ്മൾ മാറണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ, ഇപ്പം ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആൻസേഴ്സ് നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ മിസ്റ്റേക്ക് കാണും, തെറ്റിപ്പോയി കാണും. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസും തെറ്റിക്കാണും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോറ്റു പോകാം. പക്ഷേ ഇതൊന്നും ഒരു തോൽവിയല്ല. ഇനിയും നമ്മുടെ മുന്നിൽ 2 മാസമുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം മക്കളെ. എങ്കിൽ മാത്രം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജയിക്കേണ്ട കുട്ടികൾക്ക് ജയിക്കുന്നതിന് നോ പ്രോബ്ലം. പക്ഷേ നല്ല മാർക്ക് സ്വപ്നം കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, ഇങ്ങനെയുള്ള മാത്സ് ആണ് പൊതുവെ ഇപ്പോൾ ടഫ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫിസിക്സും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, എങ്കിൽ പോലും മാത്സ് കുറച്ചും കൂടെ ഹൈ ലെവൽ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫൈനൽ എക്സാമിന് അങ്ങനെ ആയിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് മക്കളെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 23-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ താല്പര്യമുള്ള കുട്ടികൾ താഴത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയക്കാം മക്കളെ. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തും പഠിക്കണം. അപ്പോൾ നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഞാൻ മാറ്റുവാണ്. നേരത്തെ റെക്കോർഡറായിട്ടായിരുന്നു നമ്മുടെ ആപ്പ് വഴിയാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ അതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് കുറച്ചുകൂടെ ലെവൽ കൂടിയ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, ജയിക്കേണ്ട കുട്ടികൾക്കല്ലാതെ പഠിച്ചാൽ ജയിക്കാൻ പറ്റും. പക്ഷേ ഈ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇച്ചിരി കൂടെ ചലഞ്ചിങ് ആണ്. സോ അങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോൾ നിങ്ങളുടെയും ഒരു സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ നൽകാനായിട്ട് എനിക്കും ഒരു എനർജി ഉണ്ടാവും. അതേപോലെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പറ്റുന്ന പോലെ യൂട്യൂബിലും ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരും മക്കളെ. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകണം. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെയും കൂടിക്കോളുക മക്കളെ. മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല കിടിലായിട്ട് പഠിച്ചു പോകാം. ഇനി വെറും 2 മാസമുള്ള മക്കളെ നമ്മുടെ മുന്നിൽ. പക്ഷേ 2 മാസം ഉള്ളൂ എന്ന് വിചാരിക്കുന്നതിന് പകരം 2 മാസം ഉണ്ട് എന്ന് വിചാരിച്ച് പഠിക്കുക. ഓക്കെ, സെറ്റായിട്ട് പഠിക്കാം. ക്രിസ്മസ് വെക്കേഷനൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആയിരിക്കും മക്കളെ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാം അതിന് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ തകർന്നിരിക്കേണ്ട ഒരു കാര്യമില്ല മക്കളെ, ഉയർത്തെഴുന്നേൽക്കുക. ഓക്കെ, സെറ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ജനുവരി 1 തൊട്ട് പഠിക്കാമെന്ന് വിചാരിക്കില്ലേ. എക്സാം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തൊട്ട് പഠിച്ച് തുടങ്ങണം. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തന്നെ പഠിച്ച് തുടങ്ങണം. ഓക്കെ ആണല്ലോ? മോഡൽ എക്സാം നമ്മൾ തകർക്കും. അവർ നമ്മളെ എങ്ങനെയൊക്കെ നമ്മളെ ഇട്ട് വട്ടം കറപ്പിക്കാൻ തീരുമാനിച്ചാലും നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. ഓക്കെ, ഒന്ന് നന്നായിട്ട് പരിശ്രമിച്ചിട്ട് തോറ്റാലും അതൊരു അന്തസ്സുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം നന്നായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി തോറ്റു പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ആ ലെവൽ നമുക്ക് വേണ്ട മാർക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ മാക്സിമം പരിശ്രമിച്ചു നമുക്ക് സമാധാനിക്കും. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇട്ടോടെ മക്കളെ നമ്മൾ തയ്യാറായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം മക്കൾ. ഇത് ഒഫീഷ്യൽ ആൻസർ കീ ആണ്, അത് പ്രകാരമാണ് തന്നിരിക്കുന്നത്. സോ ചില ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്നൊന്ന് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ചിലത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. ഇതിൻ്റെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. എന്തായാലും ആൻസർ ഒഫീഷ്യലാണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ഈക്വൽ ടു എ. സോ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ്. അപ്പോൾ അതിനകത്ത് 4 സബ്സെറ്റുകൾ കാണും. ഒരെണ്ണം നൾ സെറ്റ്, പിന്നെ -1 1, പിന്നെ -1 1. ഓക്കെ, അപ്പോൾ ഈ നൾ സെറ്റ് ഇങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. സെറ്റിനകത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നും ഇല്ല മക്കളെ. ചിലവർ എഴുതിയിട്ടുണ്ട് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നല്ല, പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എഴുതണം. അല്ലെങ്കിൽ ലെസ് ദാൻ 18 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 18 എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എക്സ് സച്ച് ദാറ്റ്. പല രീതിയിൽ എഴുതിയിട്ടുണ്ട് ആൾക്കാർ, നോ പ്രോബ്ലം. എക്സ് ഇസ് ഈക്വൽ ടു 3n, n എലമെൻറ്റ് ഓഫ് n ഒരു നാച്ചുറൽ നമ്പർ ആണ്. എവിടെ തൊട്ട് വരെ 1 ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ ഈക്വൽ ടു 5 അല്ലേ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഓക്കെയാണ്, നോ പ്രോബ്ലം. അപ്പോൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് എഴുതുക. പോസിറ്റീവ് മൾട്ടിപ്പിൾ എഴുതിയാൽ മാത്രമേ അത് കൺസെപ്റ്റ് കറക്റ്റ് ആകത്തുള്ളൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1. സോ മോഡ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു ഗ്രാഫ്. മോഡ് എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ്. പക്ഷേ മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഒരടിയും കൂടെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകും. ഓക്കെ, ഒരടിയും കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകും. അതാണ് മോഡ് എക്സ് പ്ലസ് 1ൻ്റെ -1ൻ്റെ ഗ്രാഫ്. ഓക്കെ, റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, റിയൽ നമ്പർ തന്നെ ആയിരിക്കും. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും
റിയൽ നമ്പർ ആയിരിക്കും. അതിൻ്റെ റേഞ്ച് മാത്രം ചേഞ്ച് ചെയ്യും. റേഞ്ച് നോക്കിയേ എവിടെ തൊട്ടാണ്, -1 തൊട്ടാണ് ഗ്രാഫ് തുടങ്ങുന്നത്. സോ -1 തൊട്ട് മുകളിലേക്ക് -1 ടു ഇൻഫിനിറ്റി ആണ് അതിൻ്റെ റേഞ്ച്. തേർഡ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 2 sin 15 cos 15. അതിൻ്റെ ഫസ്റ്റത്തിൻ്റെ ആൻസർ 1/2 എന്നായിരുന്നു. മക്കളത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും ചിലവർക്കെങ്കിലും. 2 sin θ cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin θ cos θ എന്ന് പറഞ്ഞാൽ sin 2θ ആണ്. sin 2θ ആണ്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ 2 sin 15 cos 15. അപ്പോൾ അത് 2 sin 215 എന്ന് പറയുന്നത് sin 2θ എന്ന് പറയുന്നത് 2 × 15 എന്ന് പറയുന്നത് sin 30 വരും. സോ sin 30 എന്ന് പറയുമ്പോൾ 1/2. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. 2 sin θ cos θ വെച്ചാണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. സോ അങ്ങനെയാണ് 1/2 കിട്ടിയത്. അല്ലാതെ നിങ്ങൾ 15നെ 45 - 30 എന്നൊക്കെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ കിട്ടാനാണ്, അതാണ് ഒരു മാർക്ക് കേട്ടോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് cos 75. അത് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. cos 75നെ 45 + 30 എന്ന് എഴുതാം. സോ cos a + b എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ cos x + y എന്താണ്? cos x cos y - sin x sin y ആണ്. സോ ഇക്വേഷൻ അത് അപ്ലൈ ചെയ്തു, വാല്യൂ ഇട്ട് കൊടുത്തു, സിമ്പിളായിട്ട് ചെയ്തു. അത് ചെയ്ത് കാണും. നെക്സ്റ്റ് 5c4 + 5c3 = nc4 ആണെങ്കിൽ 5c4 + 5c3 = nc4 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? അത് 6 ആണ്. മക്കളത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ സാധാരണ വരാറുള്ളത് NCA = NCB ആണെങ്കിൽ എന്താണ് n എന്ന് ചോദിച്ചായിരുന്നു. n എന്ന് പറഞ്ഞാൽ a + b ആയിരുന്നു. പക്ഷെ അതാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് അവരൊരു തിയറത്തിൽ നിന്ന് എടുത്ത് ചോദിച്ചിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുട്ടികൾ കാണത്തില്ലെന്ന് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ എടുത്ത് നേരെ ഇട്ടിരിക്കുക. ഇതൊന്നും എനിക്കറിയാമല്ലോ, ഇതൊക്കെ എത്ര പേരെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു തിയറം വെച്ചാണ്. തിയറമായിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ, ചെറിയൊരു സംഭവമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇതുവരെ. എന്തായാലും ആട്ടെ. അപ്പോൾ ഇവിടെ നോക്കിയോ 5ഉം 5ഉം. അപ്പോൾ ഇവിടെ 5 + 1 n+1 വരും. സോ 5 + 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ n 6 ആവും. ഹൗ മെനി വേസ് ക്യാൻ ഗേൾസ് 3 boys ഫ്രം നോ? ഓക്കെ, അവർ ഒരുമിച്ചിരിക്കരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾ അതെന്ന് പറയുമ്പോഴത്തേക്കും 14,400 കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5 ഗേൾസും 3 ബോയ്സും കൊണ്ട് സീറ്റ് ചെയ്യണ രീതിയാണ്. നോ 2 boys ആർ ടുഗദർ. 2 ബോയ്സ് ഒരുമിച്ച് വരലെന്നാണ്. കൂടുതലൊന്നും ഇല്ല മക്കളെ. നമ്മൾ ഈ 5 ഗേൾസ് ഇല്ലേ, 5 ഗേൾസിനെ ഇത് ഇങ്ങനെ ഇരുത്തണം. 5 ഗേൾസിനെ, ഇപ്പോൾ ഗേൾസ് ഇതേ ഗേൾസ് 3 4 5. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ ഇരുത്താം? ഇതിനെ ഇരുത്താവുന്ന രീതിയാണ് 5c5 അല്ലല്ലോ, അറേഞ്ച്മെൻ്റ് അല്ലേ, 5p5. ഓക്കെ, 5p5 ഇൻറ്റു പിന്നെ ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് എത്ര ബോയ്സിൻ്റെ ഇരുത്താം? 1 2 3 4 5 6 ബോയ്സിനെ നമുക്ക് ആ ഗ്യാപ്പിലിരുത്താം. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലിരുത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോയ്, ആ പടം നമുക്കറിയാം 3 ബോയ്സിനുള്ളൂ. ഈ ഗ്യാപ്പിലിരുത്തുന്നത് പറയുമ്പോൾ 6p3 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ കറക്റ്റ് കിട്ടും. 5p5 ഇൻറ്റു 6p3 ചെയ്താൽ മതി മക്കളെ. കറക്റ്റ് കാൽക്കുലേറ്റർ അങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. യെസ്, 14,400 കിട്ടും. 14,400. ഈ 6p3 എന്താന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരുമിച്ചിരിക്കല് ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോയ്സിന് ഇരുത്താം, ഇവിടെ ബോയ്സിന് ഇരുത്താം. കണ്ടോ, ഒരുമിച്ച് വരത്തില്ല. നടുക്കൊരു ഗേള്, പിന്നെ ഇവിടെ ഒരു ബോയ് ഇരുത്താം, പിന്നെ ഇവിടെ ഒരു ബോയ് ഇരുത്താം. എന്ന് പറയാൻ 3 ബോയ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഇരുത്താം, ബോയ് ഗേൾ. ഓക്കെ, അല്ലെങ്കിൽ ഇവന്മാരെ എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടിരുത്താം. അങ്ങനെ പല രീതി അറേഞ്ച് ചെയ്യുക. അറേഞ്ച്മെൻ്റ് ആണ്, സോ പെർമിറ്റേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചാലും നോ പ്രോബ്ലം. 14,400 കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ്, ഹൗ മെനി ടേംസ്? ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആയിരുന്നു. സോ നോ പ്രോബ്ലം. ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ റേഷ്യോ 1/2 ആണ്. സമ്മ് തന്നിട്ടുണ്ട്. സോ 1/2 ആയതുകൊണ്ട് 1-നേക്കാളും ചെറുതാണ് കോമൺ റേഷ്യോ. സോ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. a × 1 - r⁻n/1 - r. നേരെ ഇട്ട് കൊടുക്കുക. ഇവിടെ 1/2 വരും. 1/2 തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 6 ആകും. സോ ഇത് = ഇതെന്ന് കിട്ടും. 6 ഇപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 6 × 512 ഇങ്ങനെ കിട്ടും. ഈ -1/2n നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും 1/2n ആവും.
അങ്ങനെ LCM എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും n = 10 എന്ന് കിട്ടും. ഒഫീഷ്യലായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. സോ സ്കൂളിൽ ചെയ്യിച്ച് കാണുമെന്നുള്ള ഉറപ്പാണ്. ഇത് ചെയ്യിപ്പിച്ച് കാണും, കാരണം അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈൻഡ് ദി ഇക്വേഷൻ. ഇത് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്റ്റൻസ് ഫ്രം AB ടു ദ ലൈൻ ആർ ഈക്വൽ. പാരൽ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ലൈൻ. മക്കളെ അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിഗർ വരയ്ക്കുവാണെങ്കിൽ 2 പാരൽ ലൈൻ, അതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുന്ന ലൈൻ. ശരിക്കും പറഞ്ഞാൽ ഇത് മിഡ് പോയിന്റ് വരും അല്ലേ, കറക്റ്റ് നടുക്കൂടെ കടന്നു പോകത്തുള്ളൂ. കാരണം ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് ഈക്വലാണ്. ഇക്വി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ D1 = ഇതിപ്പോൾ D1 എന്ന് കൊടുത്തു, ഇത് D2 എന്ന് കൊടുത്തു. അകലം സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇത് മിഡ് പോയിന്റിൽ കൂടെയും കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ പാരലായതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പും സെയിം ആയിരിക്കും. സോ ഇതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. 3 എണ്ണത്തിൻ്റെയും സ്ലോപ്പൊക്കെ സെയിം ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ഫ്രം ആ പോയിന്റ് ടു ദ ലൈൻ ആണ്. സോ ഇതിനെ നമുക്കറിയാം AX1 ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, ഡിസ്റ്റൻസിൻ്റെ മോഡ് AX1 + BY1 + C/√(a² + b² എന്നൊരു ഇക്വേഷൻ ഇല്ലേ, അത് വെച്ച് എഴുതിയിരിക്കുവാണ്. കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇത് ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുമ്പോൾ 9x + 6y - 7 = 0. സെക്കൻഡ് ഇക്വേഷൻ 3x എന്ന് പറഞ്ഞാൽ സെയിം ആ ഇക്വേഷൻ തന്നെയാണ്, 3x + 2y + 6 = 0. സോ അത് തമ്മിലുള്ള പോയിന്റ്, ഇവിടെ XY നടക്കുക ഈ പോയിന്റിനെ. സോ പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് ഇത്. നേരെ ഇട്ട് കൊടുത്തു. 9 × x 9x, 6 × y 6y - c എന്ന് പറയുമ്പോൾ ഇവിടെ -7. അങ്ങനെ ഇട്ട് കൊടുത്താണ് ഇത് ചെയ്തത്. ഇപ്പുറത്തെയും ഇത് തന്നെ, ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അത് ചെയ്തത്. സോ അത് 2 ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. അപ്പം അങ്ങനെ എടുത്തു. വാല്യൂസ് ചെയ്യുമ്പോഴത്തേക്കും 3√3 കിട്ടും. √3 കട്ട് ചെയ്ത് കളയാം. 3 ഇപ്പുറത്തേക്ക് എടുത്ത് ഇൻറ്റു ചെയ്യും. മോഡുലസ് മാറ്റിയപ്പോഴത്തേക്കും ± വരും. പക്ഷേ പ്ലസ് ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്ത് വേണം ചെയ്യാൻ. മൈനസ് ഈ 3 ആണ് ഇപ്പുറത്തേക്ക് വരുന്നത്, ഇൻറ്റു 3 ആയത് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ 3, ഇവിടുത്തെ √13 കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമുള്ള 3 ഇപ്പുറത്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 × എന്ന് വരും. മോഡുലസ് മാറ്റിക്കൊണ്ട് അവിടെ ഒരു മൈനസ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ മോഡുലസ് മാറ്റുമ്പോൾ ± ആണ് ഇടുന്നത്. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം മക്കളെ, ഇവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം, ഈ 3 ഇപ്പുറത്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 3 9, 6 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വരും, കട്ടായി പോവും. അതുകൊണ്ട് അത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് മാത്രം എടുക്കുന്നത്. ഓക്കെ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ആൻസർ കീയിലോ ഒഫീഷ്യൽ ആൻസർ കീ പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് വരുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതിന് ശേഷം നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കോൺസെൻട്രിക് വിത്ത്. ഈ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഇതാണ് മീനിങ്. നിങ്ങൾ പണ്ട് പഠിച്ചു കാണും, ഒരു സർക്കിൾ, അതിൻ്റെ അകത്ത് വേറൊരു സർക്കിൾ. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ മക്കളെ, രണ്ടിൻ്റെയും ഡയമീറ്റർ അല്ല, രണ്ടിൻ്റെയും സെൻറ്റർ ഇല്ലേ, സെൻറ്റർ സെയിം ആയിരിക്കും. കോൺസെൻട്രിക്, രണ്ടിൻ്റെ സെൻറ്റർ സെയിം ആയിരിക്കും. സോ ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെയും ഇതിൻ്റെ അകത്തുള്ള, ഇതിപ്പോൾ ഈ സർക്കിളാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കോൺസെൻട്രിക് സർക്കിൾ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കോൺസെൻട്രിക് വിത്ത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കും ഈ സർക്കിളിൻ്റെ സെൻറ്ററും. സോ സെൻറ്ററിൻ്റെ അകത്ത് കിട്ടും മക്കളെ, നമുക്കറിയാം x² + y² + 2gx + 2fy + c = 0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച് കാണും. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം 2g = ഇത്, അതിൻ്റെ അകത്ത് g കിട്ടും -3, f കിട്ടും -4. സോ -3 -4 കിട്ടും GUF. സോ നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ 3 4 കിട്ടും. അതാണ് അതിൻ്റെ സെൻറ്റർ. ഓക്കെ, സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ 3 4 കിട്ടി. റേഡിയസ് കിട്ടാനായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ x - h² + y - k² = r² എന്ന ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് എക്സും വൈ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഇതാണ് എക്സ്, ഇതാണ് വൈ. അത് നേരെ ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്കിവിടെ സി കണ്ടുപിടിക്കാനല്ല, ഇവിടെ സി കണ്ടുപിടിക്കാനായിട്ട്, റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട്, ഓക്കെ, റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് സെൻറ്റർ കിട്ടി. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x - h² + y - k² = r². എക്സ് ഉണ്ട്, എച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ -1 -2 എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സി കിട്ടും. ഓക്കെ, സി കിട്ടും. സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഇക്വേഷൻ, സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സി കിട്ടിക്കഴിഞ്ഞാൽ സി എനിക്ക് തോന്നുന്നു സി എത്ര കിട്ടുമായിരുന്നു? 42
ഈ കറക്റ്റ് സി എത്ര കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. സി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ -1 സ്ക്വയർ പ്ലസ് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്ത് -2 സ്ക്വയർ -6 ഇൻറ്റു, അപ്പോൾ ഇത് +6 ആവും, -2 + 16 ആവും, -c = 0. ഇത് 1 + 4 + 6 + 16 = c എന്ന് കിട്ടും. അപ്പോൾ c = 16 6 22 26 1 27 √27 അല്ല 27 കിട്ടും. c 27 കിട്ടും അല്ലേ മക്കളെ? അങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്താലും നോ പ്രോബ്ലം. c 27 കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് വേറൊന്നും അറിയാം, പല കുട്ടികളും അതും പഠിച്ച് കാണും. g² + f² - c അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ √52 കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 4 ഹോൾ സ്ക്വയർ = r². r എന്ന് പറഞ്ഞാൽ √52 ആണ്, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത ചോദ്യമായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. ഡയറക്ട്രിക്സും ഫോക്കസും കണ്ടുപിടിക്കാനാണ് പരാബോളയുടെ. സോ അതിന് x² എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, x² -1/4y. അപ്പോൾ അതിനകത്ത് -1/4 എന്ന് പറയുന്നതാണ് നമ്മുടെ 4a. അതിൻ്റെ അകത്ത് നിന്ന് a കിട്ടും 1/16. അപ്പോൾ ഫോക്കസ് 0 -1/16, ഡയറക്ട്രിക്സ് y = 1/16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിൻട്രസിറ്റി കണ്ടുപിടിക്കാനാണ് മക്കൾ. ഇത് ശരിക്കും പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല, പരാബോളയുടെ എക്സിൻട്രസിറ്റിയെ പറ്റി പറയുന്നില്ല. എങ്കിലും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എക്സിൻട്രസിറ്റി 1 ആണെങ്കിൽ അത് പരാബോള, എക്സിൻട്രസിറ്റി <1 ആണെങ്കിൽ അത് എലിപ്സ്, എക്സിൻട്രസിറ്റി >1 ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർബോള. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എക്സിൻട്രസിറ്റി 1 എന്ന് പറഞ്ഞാൽ പരാബോളയാണ്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് ഇക്വേഷൻ, അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മക്കളെ. ഇത് പരാബോളയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, പക്ഷേ മറ്റേതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് രണ്ടും മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ഹൈപ്പർബോള എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ലാസ്റ്റത്തെ പരാബോള എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. 1 മാർക്കല്ല, ഇത് ടോട്ടൽ 2 മാർക്കാണല്ലോ, എല്ലാത്തിനും അര മാർക്ക് വെച്ചാണ്. അപ്പോൾ എന്തായാലും ഈ 2 ക്വസ്റ്റ്യൻ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. 1 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും, കാരണം ഇത് റോങ് ക്വസ്റ്റ്യൻ ആണ്. ഒഫീഷ്യൽ ആൻസർ കീ പറഞ്ഞിരിക്കുവാണ് ഇത് രണ്ടും റോങ് ആണ്, ഇത് രണ്ടും റോങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പിന്നെ നിങ്ങൾ കറക്കി കുത്തി ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ, ഇത് പരാബോളയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരാബോളയാണെങ്കിൽ അവിടെയും കിട്ടും അര മാർക്ക്. അപ്പോൾ 1.5 ആയില്ലേ. ഇത് ചിലപ്പോൾ എലിപ്സ് എന്ന് ഹൈപ്പർബോള എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും 1/2 മാർക്ക്. കാരണം ഇവിടെ y² ടേം നെഗറ്റീവ് ആയതുകൊണ്ട് ഹൈപ്പർബോളയും ചിലപ്പോൾ ചിന്തിച്ച് കാണും. അപ്പോൾ 2 മാർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടാം. പക്ഷേ ടഫായിരുന്നു, അത് ഡയറക്റ്റ് കണ്ടുപിടിക്കാനല്ല, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാം വന്നിരിക്കുന്നത് ടഫായിരുന്നു. എന്തായാലും അത് 2 റോങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷനിലാണ്. സെക്കൻഡ് സെക്ഷനിൽ ഫസ്റ്റത്തെ ഫൈനൈറ്റ് സെറ്റ് ആണ് മക്കളെ. അത് ഇന്നലെ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ 1, 3 എന്ന് പറഞ്ഞായിരുന്നു, കാരണം ലിമിറ്റ് പോയിന്റ് ഉള്ളതുകൊണ്ട് 1 തൊട്ട് 3 വരെ. പക്ഷെ അതല്ല, അതിൻ്റെ ഇടയ്ക്ക് കോടിക്കണക്കിന് നമ്പേഴ്സ് ഉണ്ട്, അത് ഫൈനൈറ്റ് അല്ല, അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. കാരണം എണ്ണി തീർക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല, ഇൻഫൈനൈറ്റ് ആണ്. നൾ സെറ്റ് ആണ് ഫൈനൈറ്റ് സെറ്റ്, കാരണം നൾ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 0 ആണ്. സോ നൾ സെറ്റ് ആയിരിക്കും നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന സെറ്റ് എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇത് എണ്ണാൻ പറ്റത്തില്ല, കാരണം 3നേക്കാൾ ചെറിയ റിയൽ നമ്പേഴ്സാണ്, ഒരിക്കലും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. നാച്ചുറൽ നമ്പർ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇൻഫൈനൈറ്റ് സെറ്റാണ്. സോ നൾ സെറ്റ് ആയിരിക്കും ഫൈനൈറ്റ് സെറ്റ്. സെക്കൻഡ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു മക്കളെ. ഇതേ LHS ഇത് കിട്ടും. RHS A-Bയും A-Cയും കണ്ടുപിടിച്ച ശേഷം അത് നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 3, 7 എന്ന് കിട്ടും. സോ LHSും RHS സെയിം ആണെന്ന് ഡയറക്റ്റ് കിട്ടും, നോ പ്രോബ്ലം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനെ മക്കളെ, ഞാൻ ഇതിൻ്റെ ആൻസർ കീ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയാൻ മേല മക്കളെ. 10ാമത്തെ ക്വസ്റ്റ്യൻ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് പറയണേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെന്ന് പറയണേ. ഇവിടെ ഒരു വരയുണ്ട്. സത്യം പറഞ്ഞ മക്കളെ, ഞാൻ കണ്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഞാൻ ഓർത്ത് ഈ ലൈനാണെന്ന് ഓർത്തത്. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇവിടം വരെ അല്ല ശരിക്കും, പലർക്കും തെറ്റിക്കാണും. ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ താഴത്തൂടെയാണ് വരേണ്ടത്, അതൊരു കാര്യം. മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു ലൈനും കൂടെ അതിനകത്തുണ്ട് ഗ്രാഫിനകത്ത്. ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു അത് അതിൻ്റെ ലൈനാണെന്ന് ഓർത്ത്. എത്ര പേർ അത് ചിന്തിച്ചു അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചു എന്നൊന്ന് പറയണം കേട്ടോ മക്കളെ. ഞാൻ ശ്രദ്ധിച്ചില്ല, ആൻസർ കീ കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ലൈൻ ഉള്ള കാര്യം ഞാൻ കണ്ടത്. സത്യം പറയാലോ, എന്താണ് ഒന്നെങ്കിൽ പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും,
എന്തായാലും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, -1 കൂടെ വേണം പോകാൻ. ഇത് ഫൈനൽ എക്സാമിനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും കേട്ടോ. അത് മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്, മാർക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് എക്സ് എഴുതാനാണ് മക്കളെ. ഇത് ശരിക്കും പറഞ്ഞാൽ x² -1 ആണ്. കാരണം എന്താ, x² എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ്, -1 ഒരടി താഴത്തേക്ക് ദേ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അത് ഒന്നിനേക്കാൾ ചെറുതോ വരുന്ന സമയത്താണ് x² -1 വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒന്നിനേക്കാൾ ചെറുത് വരുമ്പോഴും. ഒന്നിനേക്കാൾ വലുത് വരുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ഞാൻ, ഒന്നിനേക്കാൾ വലുത് വരുന്ന സമയത്ത് 2 ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. രണ്ടാമത്തെ ഡൊമൈൻ റേഞ്ച് എഴുതാനാണ് x² -1. സോ ഇതിൻ്റെ അകത്ത് ഏത് നമ്പർ വേണം ഇട്ട് കൊടുത്താലും പോസിറ്റീവ് ആകും, നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ പോസിറ്റീവ് ആകും, പോസിറ്റീവ് ഇട്ട് കൊടുത്താൽ പോസിറ്റീവ് ആകും. കാരണം x² ആയതുകൊണ്ട് എന്ത് വേണേൽ ഇട്ട് കൊടുക്കാം. പക്ഷേ -1 ഇല്ലേ, -1 ഇത് ഇട്ട് കൊടുത്താലുള്ള പ്രശ്നം, 1 ഇട്ട് കൊടുത്താൽ 0 കിട്ടും, നോ പ്രോബ്ലം. -1 ഇട്ട് കൊടുത്താലും 0 കിട്ടും. പക്ഷേ -1നും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും റൂട്ടിനകത്ത് നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് കൊണ്ടല്ല, റൂട്ടിനകത്ത് നെഗറ്റീവ് കിട്ടും. -1ന് ശേഷമോ 1ന് മുമ്പുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് റൂട്ടിനകത്ത് നെഗറ്റീവ് കിട്ടും എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിലേക്ക് മാറും. സോ അതുകൊണ്ട് റിയൽ നമ്പറിൽ നിന്നും -1 1 എന്ന് പറയുന്ന ആ ഇൻ്റർവെൽ, -1നും 1നും ഇടയ്ക്കുള്ള ഫുൾ എലമെൻറ്റ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ അതും ശരിയാണ് കേട്ടോ. -∞ തൊട്ട് -1 വരെ യൂണിയൻ 1 തൊട്ട് ∞ വരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കറക്റ്റാണ്. കാരണം -∞ തൊട്ട് -1 വരെ ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ 1 തൊട്ട് ∞ വരെ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ റൂട്ട് 0 ആയി, റൂട്ടിനകത്ത് നെഗറ്റീവ് വരും, കോംപ്ലക്സ് നമ്പർ ആവും, കിട്ടത്തില്ല. റേഞ്ച് എന്ന് പറയുമ്പോൾ റൂട്ടിൻ്റെ എപ്പോഴും റേഞ്ച് 0 to ∞ ആയിരിക്കും. സോ 0 to ∞ റേഞ്ച്, അത് കുറച്ച് കുട്ടികളെങ്കിലും എഴുതി കാണും. അതിന് 2 മാർക്കാണ്. റേഞ്ച് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ sin π+x ആണ്. സോ അത് 1 2 π പ്ലസ് അല്ലേ 3 തേർഡ് ക്വാഡ്രൻറ്റ് വരും. സോ π+x എന്ന് പറയുമ്പോൾ -sin x ആണ്. ഫസ്റ്റത്തെ ആൻസർ -sin x. ഓക്കെ, കറക്റ്റ് ആണ്. സെക്കൻഡ് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, cos x തന്നിട്ടുണ്ട് മക്കളെ, cos x തന്നിട്ടുണ്ട്. അപ്പോൾ sin x അതിൻ്റെ അകത്ത് കിട്ടും. sin x എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. വേണ്ട കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ അത് ആൻസറിലേക്ക് എത്തിയെന്നാണ്. ഇവർ ആൻസർ കീ എങ്ങനെ കൊടുത്തിട്ടുള്ളൂ, sin x -3/2 √3/2 എന്നേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും sin² x + cos² x എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് sin² x എന്ത് കിട്ടും, 1 - cos² x. ഓക്കെ, അപ്പോൾ cos ഇവിടെ തന്നിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ sin² x എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. സോ sin x എന്ന് പറയുമ്പോൾ റൂട്ട് ആ നമ്പർ റൂട്ട് എനിക്ക് തോന്നുന്നു 3/4 കിട്ടും. അപ്പോൾ √3/4 √2 അങ്ങനെയാണ് √3/2 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, -√3/2 എന്ന് കിട്ടും, കാരണം തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത് അല്ലേ. ഓക്കെ, ആൻസർ -√3/2 എന്ന് കിട്ടും. ഓക്കെ, അത് √3/2 എന്ന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അവിടെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം. പിന്നെ അതിൻ്റെ ആൻസർ അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ -√3/2 എന്ന് ഇടണം, -√3/2. അപ്പോൾ tan x എന്ന് പറയുമ്പോൾ sin/cos എടുത്തു, cosec എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. 4 tan² 3 cos² ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആൻസർ 8 എന്ന് കിട്ടും. അത് കുറേ പേർക്കെങ്കിലും കിട്ടിക്കാണും, വലിയ പ്രശ്നമില്ലാത്തതാണ്. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 8 എന്ന് കിട്ടും. അവിടെ വേറെ പ്രശ്നം ഇവിടെ വരാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നം വരത്തില്ല. നിങ്ങൾ നെഗറ്റീവ് ഇട്ടില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ മക്കളെ, കാരണം സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അത് എന്തായാലും പോസിറ്റീവ് പൊക്കോളും, നോ പ്രോബ്ലം. 8 കിട്ടും, ഒരു പ്രശ്നമില്ല, 8 കിട്ടിക്കോളും. ഓക്കെ, അടുത്ത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറയാൻ പറയില്ല, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് 3 മാർക്കിന് വരെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ് 1 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ആൻസർ √3/2 കിട്ടും. കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു, എന്തായാലും ഡയറക്റ്റ് √3/2 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എഴുതാനേ ഉള്ളൂ, 0. കാരണം ഐയുടെ പവർ നമുക്കറിയാം, ഡിവൈഡ് ചെയ്ത ശേഷം i⁴k + 1 4k i⁴k + 2 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 10നെ ഡിവൈഡ് ചെയ്യുക 4 വെച്ച്, ഡിനോമിനേറ്റർ 2 കിട്ടും. സോ ഇതിന് i² എന്ന് എഴുതാം, i² -1 ആണ്. അങ്ങനെ ചെയ്താലും ഓക്കെ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും. a+ib ഫോമിൽ എഴുതാനാണ്, വലിയ പ്രശ്നമില്ല, ഡയറക്റ്റ് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. a + b a-b² എന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് a-ib എന്ന ഫോമിൽ കിട്ടും. അടുത്ത മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, z⁻/mod z². സോ ഇത് ഇഷ്ടം പോലെ തവണ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും. സോ അതെല്ലാവർക്കും കിട്ടിക്കാണും, ഇതെന്തായാലും എല്ലാവർക്കും ശരിയായി കാണും. 13ാമത്തെ ക്വസ്റ്റ്യൻ ലീനിയർ ഇനീക്വാളിറ്റി എന്നാണ്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്, നോ പ്രോബ്ലം. അതിൻ്റെ ആൻസർ x ≤ 2 എന്ന് കിട്ടും. നമ്പറിലേക്ക് വരയ്ക്കേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, 2ൽ നിന്ന് ഇങ്ങോട്ടേക്ക്. 2ൻ്റെ അവിടെ ഷെയ്ഡ് ചെയ്യണം, കാരണം
ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ രോഹൻ്റെ മാർക്ക് മിനിമം മാർക്ക് നോക്കാനാണ്. സോ മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ ആർ ഈക്വൽ ടു, അപ്പോൾ എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ മിനിമം 20 മാർക്ക് അവൻ വാങ്ങണം. ഡയറക്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, സ്കൂളിലൊക്കെ ഡിസ്കസ് ചെയ്തായിരിക്കും. ചെറിയൊരു ചാപ്റ്ററാണ്, അതിനകത്ത് ആകപ്പാടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, ഇത് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കുവേ 2n എന്നാണ് പറഞ്ഞത്. കാരണം സം ഓഫ് ദി കോഎഫിഷ്യന്റ് 1 + x all n ആണ് 2n. അതൊരു സ്പെഷ്യൽ കേസായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 - x n വരാൻ നേരത്ത് 0 ആയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കോണേ. എടാ മക്കളെ, ഞാൻ തന്നെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ എഴുതുന്നത് പെട്ടെന്ന് 2n എന്ന് എഴുതത്തുള്ളൂ. കാരണം സം ഓഫ് ദി കോഎഫിഷ്യന്റ് 1 + x all n ഇതൊരു സ്പെഷ്യൽ കേസാണ്. അങ്ങനെ വരാൻ നേരത്ത് 1 - വരാൻ നേരത്ത് 0 എന്നാണ്. എന്തിനാണ് ഇവരിങ്ങനെ? അത് 1+ ഇട്ടാൽ പോലും കുട്ടികൾ ചെയ്യത്തില്ല. പിന്നെ എന്തിനാണ് 1 - x? അത് എഴുതാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എഴുതരുത് ഒരു കുട്ടിയും. അല്ലെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വിഴുങ്ങണം, എങ്കിൽ മാത്രം പഠിക്കാൻ പറ്റും. എനിക്കറിയാൻ മേലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ദേഷ്യം വരുന്നുണ്ട്. കാരണം 1 + x all n ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ 1 + x all n 2n കിട്ടിയതിൻ്റെ തൊട്ട് താഴെ സ്പെഷ്യൽ കേസ് 0 വരുന്ന കേസ് 1 - x ആണെങ്കിൽ അത് 0 വരുമെന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കോണേ മക്കളെ, അവർ എന്ത് രീതിയിൽ ഇട്ടേന്ന്. പിന്നെ മക്കളെ, ഇത് ഞാൻ തലേ ദിവസം ഡിസ്കസ് ചെയ്താണ് എക്സാമിൻ്റെ. ഇവിടെ മൈനസ് വരാൻ നേരത്തായിരിക്കും നമ്മൾ ചെയ്ത്, പക്ഷേ ഇവർ പ്ലസ് ഇട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ചലഞ്ചിങ് ആണ്. 98 കിട്ടും ആൻസർ. അത് കുറേ കുട്ടികൾക്ക് കിട്ടിക്കാണും, നോ പ്രോബ്ലം. അടുത്ത് നമ്മുടെ ഹൈപ്പർബോളയാണ്. സോ വലിയ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ കിട്ടിക്കാണും ആൻസർ. ഫോസൈ അല്ലെങ്കിൽ ഫോക്കൈ +or - 50 വെർട്ടീസസ് കിട്ടിക്കാണും. എക്സെൻട്രിസിറ്റി ലാറ്റസ് സ്ട്രക്ചറിൻ്റെ ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 3 ഡയമെൻഷണൽ പ്രിസമാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. കുറച്ച് കുട്ടികളിൽ ശരിയായി കാണും മക്കളെ. ഇത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷേ അത് ചെയ്ത് പഠിക്കേണ്ടതാണ്. 3 ഡയമെൻഷണൽ ഫിഗറിൽ നിന്നും നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുന്നത് പഠിക്കേണ്ടതാണ്. വിശദമായിട്ട് മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് പഠിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് √25 കിട്ടും എന്ന് പറഞ്ഞാൽ 5. കുറച്ച് കുട്ടികൾ ശരിയാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടികൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ആൻസർ 5 അല്ലേ സാറേ എന്ന്. ഇപ്പം ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. മക്കളെ 5 തന്നെയാണ് കേട്ടോ. എന്നോട് ചോദിച്ച കുട്ടികൾക്ക് 5 തന്നെയാണ് ആൻസർ, കറക്റ്റാണ്. ഓക്കെ, ലാസ്റ്റ് എസ് എ ക്വസ്റ്റിനിലേക്ക് കടക്കുമ്പോൾ ഡയറക്റ്റ് ഇത് L = r θ ആണ്. ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. സോ π/3 ഇട്ട് കൊടുക്കുമ്പോൾ 30 കിട്ടും. കാൽക്കുലേറ്റർ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഫസ്റ്റത്തെ 30 കിട്ടും. സെക്കൻഡ് ഗ്രാഫ് ഓഫ് കോസ് എക്സ്. അപ്പോൾ മക്കളെ കോസ്-എക്സിൻ്റെ സൈൻ-എക്സിൻ്റെ ഗ്രാഫുകൾ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചോണം. കോസ്-എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, 1 കൂടെ പോകും കേട്ടോ. π/2 മൾട്ടിപ്പിൾസിൽ കൂടെ പോകും. π/2 മൾട്ടിപ്പിൾസിൽ കൂടെ ആയിരിക്കും ഗ്രാഫ് കടന്നു പോകുന്നത്. നെക്സ്റ്റ് ഇത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. sin 6x പ്ലസ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് sin x + y 2 sin x + y/2 cos x - y/2 ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ ഇതിൻ്റെ അകത്ത് sin 4x 2 sin 4x പുറത്തേക്ക് എടുക്കും. മിച്ചം ഇവിടെ cos 2x പിന്നെ +1 വരും. cos 2x പകരം നമുക്കറിയാം cos 2x ഒരു ഇക്വേഷനാണ് 2 cos² x - 1. 2 cos² x - 1 അതിട്ട് കൊടുക്കുമ്പോൾ -1 ഉം +1 ഉം കട്ടായി പോകും. സോ 4 sin 4x × cos² x എന്ന് വരും. ഓക്കെ, അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് കണ്ടുപിടിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 10PR = ഇങ്ങനെ ചെയ്യുമ്പോൾ R5 കിട്ടും. അല്ലെങ്കിൽ മക്കളെ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് 4 ഡിജിറ്റ് അറേഞ്ച് ചെയ്യുന്നത് 120 ഈവൻ നമ്പർ വരുന്നത് 48. പിന്നെ ലാസ്റ്റ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്കറിയാം. ഇൻഡിപെൻഡൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടിക്കാണും. 16,800. വവ്വൽസ് ഒരുമിച്ച് വരണം, വവ്വൽസ് ഒക്കെ ടുഗദർ വരണം. അപ്പം അത് എല്ലാവർക്കും ശരിയായി കാണും. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അല്ലാതെ ചെയ്യാം മക്കളെ. 9p5 അല്ല പ്ലസ് 5 × 9p4 = 10PR. അത് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ ഇക്വേഷൻ പഠിക്കുക. NPR + R × NPR - 1 ആണെങ്കിൽ n+1 PR ആയിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇത് n, ഇവിടെ R. ഇവിടുത്തെ R എന്ത് തന്നെയായിരിക്കും? ഇവിടുത്തെ R 5 തന്നെയായിരിക്കും. R = 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ 9p5 9 ഫാക്ടോറിയൽ ബൈ
9 മൈനസ് 5 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 5 ഇൻറ്റു ഇത് 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 4 5 ഫാക്ടോറിയൽ ഇത് 10 PR. സോ ഇത് 9 ഇവിടുത്തെ ഒരു 5ഉം ഇവിടുത്തെ 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എഴുതാമല്ലോ അല്ലേ? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എഴുതാമല്ലോ ഇതിനെ. അങ്ങനെ 5ഉം 5ഉം കൂടെ കട്ടായി പോയാൽ ഇതും നമുക്ക് ഇങ്ങനെ കിട്ടും. 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇസിക്കൽ ടു 10 PR. സോ ഇത് 2 ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എന്ന് കിട്ടും. മുകളിലും താഴെ ഒരു 5 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇതെന്ത് കിട്ടും? 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇതുപോലെ 10 PR. 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് വരും. മക്കളെ അതെന്താണ്? 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ 10P5 ആണ്. അത് ഈക്വൽ ടു 10PR. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 5 തന്നെയായിരിക്കും, അവിടുത്തെ 6. സോ 6 ഈക്വൽ ടു 5 ആയിരിക്കും. ഇങ്ങനെ എഴുതാം. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് പഠിച്ചെങ്കിൽ പെട്ടെന്ന് എഴുതാം. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എങ്ങനെ ചെയ്യാനാണ് കുട്ടികൾ? കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കാണും. മറ്റേ പ്രോപ്പർട്ടി ഒന്നും ഉപയോഗിക്കാൻ ഒരു കുട്ടിയും ചെയ്ത് കാണത്തില്ല. അത് ഇങ്ങനെ ചെയ്ത് 6 5 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. മക്കളെ അത് അറേഞ്ച്മെൻറ്റ് ചെയ്യാനാണ്. 4 ഡിജിറ്റ്, അപ്പോൾ 4 ഇങ്ങനെ ബോക്സ് പോലെ വരച്ചിട്ട് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഈവൻ ഡിജിറ്റ് വരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇതുപോലെ തന്നെ 4 എണ്ണം വരയ്ക്കുക. ഈവൻ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ട്? 1 2 3 4 5 2 ഉള്ളൂ. സോ ഈവൻ നമ്പേഴ്സ് ഇവിടെ 2 പറ്റും. ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 4 3 2 പറ്റത്തുള്ളൂ. സോ അത് 48 കിട്ടും. അങ്ങനെ ചെയ്തെങ്കിലും കറക്റ്റ് 48 തന്നെ ഈവൻ ഡിജിറ്റിൻ്റെ കിട്ടും. ലാസ്റ്റത്തെ 16,800 വലിയ പ്രശ്നമില്ല, അത് കിട്ടിക്കാണും. ഓക്കെ മക്കൾ, അടുത്ത ക്വസ്റ്റ്യൻ 19ാമത് ക്വസ്റ്റ്യൻ. 3 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ്. സോ ഓരോന്ന് ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് കിട്ടിക്കോളും. 4 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അത് കിട്ടിക്കാണും. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുഴപ്പമൊന്നുമില്ല, ഇൻസേർട്ടിങ് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇൻറ്റു ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് 5ാമത്തെ ടൈം 256. ഇപ്പോൾ നമ്പേഴ്സ് 4 16 64 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1ൻ്റെയും 256ൻ്റെ ഇടയ്ക്ക് 3 ടൈം ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾ ചുമ്മാ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 1 ഇൻറ്റു 4 4, 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64, 64 ഇൻറ്റു 4 256. സോ നടുക്കുള്ള ടേംസ് ഇത് 3 ആയിരിക്കും. അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനുള്ള, ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് മക്കളെ. അത് കറക്റ്റായിട്ട് ചെയ്യുക, ഇങ്ങനെ കിട്ടും. സോ ഇത് എന്താണ് നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2 വാല്യൂ കിട്ടും, കോമൺ റേഷ്യോ. സോ ഇങ്ങനെ കിട്ടും നമ്പേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ. മക്കളെ ഇത് ശരിക്കും പറഞ്ഞാൽ M1 M2 കണ്ടുപിടിച്ചിട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ എടുത്ത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ M1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -a/b. അതിനകത്ത് നിന്ന് ഇത് 2ഉം കിട്ടും. സെക്കൻഡിൻ്റെ സ്ലോപ്പ് -1/2 എന്ന് കിട്ടും. മക്കൾ ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കിയേ. ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് അല്ലേ ഇത്? അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് M1 ഇൻറ്റു M2 ഇസിക്കൽ ടു ഗുണിച്ച് നോക്ക് നിങ്ങൾ. M1 M2 തമ്മിൽ 2 ഇൻറ്റു -1/2. M1 M2 -1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം? ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? 90. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഭയങ്കര തിങ്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. എന്താണല്ലേ, എല്ലാവരും ടാൻ തീറ്റ വെച്ച് ചെയ്ത് കാണും, എന്നാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് മക്കളെ. x1 + x2 + x3/3 y1 + y2 + y3/3 വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാനാണ് 4/7 കിട്ടും. ലാസ്റ്റത്തത് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു എ ലൈൻ. അപ്പോൾ അത് സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ -9/2, റിക്വയർഡ് ലൈൻ 2/9. ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, 2x - 9y + 85 = 0. ഇതാണ് ആൻസർ കീയിലെ. മക്കളത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ആക്സിസ് വരച്ചിട്ട് ഒറിജിനിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഇതൊരു ലൈനായിട്ട് ഞാൻ കൺസിഡർ ചെയ്താൽ ഇത് സെക്കൻഡ് ലൈനും നമ്മുടെ വേണ്ട ലൈൻ ഫസ്റ്റ് ലൈനും. സോ ഈ പോയിന്റ് തന്നിട്ടുണ്ട്, ഇത് ഒറിജിൻ. സോ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം y2 - y1/x2 - x1. അപ്പോൾ ഈ ലൈൻ്റെ ഇല്ലേ, ഡോട്ടർ ഇട്ടിരിക്കുന്ന ലൈൻ്റെ ആ ലൈൻ്റെ സ്ലോപ്പ് കിട്ടും -9/2. ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് സിക്കൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ഓഫ് ഇത്, നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് ഇത് എന്ന് പറയാം -9/2 തിരിച്ചെടുക്കുമ്പോൾ 2/9. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇടുമ്പോൾ 2/9 കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ M1 M2 = -1 ഇട്ട് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് 2/9 കിട്ടും. സോ പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. M2ൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 2/9 ആണ്.
സോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും L2 ഇക്വേഷൻ കണ്ടുപിടിക്കാൻ y മൈനസ് y1 = m ഇൻറ്റു എല്ലാം അറിയാം x1 y1 ഇതാണ് x1 ഇത് y1 ഇത് m എല്ലാം ഇട്ട് കൊടുക്കുക മക്കൾ. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ കിട്ടുക അല്ലെങ്കിൽ അതിനെല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്തായാലും ആൻസർ ഇങ്ങനെ കിട്ടും. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചു. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് മക്കളെ. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ അകലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒറിജിനിൽ നിന്നുള്ള ഈ ലൈൻ്റെ അകലം. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലൈൻ ഇതാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഒറിജിൻ്റെ പോയിന്റ് എന്ന് പറയുമ്പോൾ 0, 0 ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നേരെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. 85/√85 ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. വേണമെങ്കിൽ വെട്ടിക്കളയാം. √85 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കളെ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയാണ് ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. മക്കൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ ചോദിക്കുക. ഞാൻ പറയുന്നത് കേട്ടല്ലോ, നന്നായിട്ട് പഠിക്കുക. കണ്ടല്ലോ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. കുട്ടികളെ കൊണ്ട് കുഴപ്പിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മക്കളെ. എനിക്ക് ശരിക്കും ഇതിനോട് യോജിക്കുന്നില്ല. ഇച്ചിരിയെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ചിങ് വേണം. പക്ഷേ എങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ചലഞ്ചിങ് ആയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേ ലെവലല്ലല്ലോ. അവരെന്തുകൊണ്ടത് ചിന്തിക്കാത്തത്? എല്ലാവരും കുട്ടികളുടെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും ഒരേപോലെ അല്ലല്ലോ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. ചില കുട്ടികൾക്കെങ്കിലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കൂടെ വേണ്ട അതിൻ്റെ അകത്ത്. ഇതെല്ലാം ഹൈ ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലെവലുള്ള കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരായ കുട്ടികൾ എന്ത് ചെയ്യും? എനിക്ക് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാകും. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. ഞാൻ അങ്ങനെ പഠിച്ചൊരു കുട്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ല ടോപ്പായിട്ടുള്ള വിദ്യാഭ്യാസം ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കുന്നത്. എന്തെന്ന് പറഞ്ഞാണ് അത്രയും നല്ല പഠിപ്പിക്കലൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ എല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. 8ാം ക്ലാസ് തൊട്ട് മാറ്റം വരുത്തണം. 8ാം ക്ലാസ് തൊട്ടേ കുട്ടികളെ അതുപോലെ ലെവലാക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയതാണോ ഇത് അല്ലെങ്കിൽ അല്ല എന്ന് മനസ്സിലാവും. ഇത് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പഠിക്കലെത്തിയിട്ട് കലമുടയ്ക്കുന്ന ഒരു പരിപാടി എനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും പെട്ടുപോയിരിക്കുകയാണ് മക്കളെ. ഓക്കെ, നിങ്ങൾ എന്തായാലും പെട്ടിരിക്കുകയാണ്. പഠിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങൾ സയൻസ് എടുത്തു. ചില കുട്ടികൾ നമുക്കറിയാം JEE അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പോകുന്ന കുട്ടികൾക്ക് സയൻസ് എടുത്തേ പറ്റൂ. അപ്പം അതെന്തായാലും എടുത്ത കുട്ടികൾ മുന്നോട്ട് പോവുക. തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പഠിച്ചു പോകാം മക്കളെ. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ധൈര്യമായിട്ടിരിക്കും. മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അവർ നമ്മളെ തോൽപ്പിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ നമ്മൾ അവരെ തോൽപ്പിക്കും. നന്നായിട്ട് പഠിക്കും. ഓക്കെ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങും മക്കളെ. ഉറപ്പുള്ള കാര്യമാണ്. ഇനി മുതൽ നമ്മുടെ പുനർജന്മം നമ്മൾ തുടങ്ങുകയാണ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. വാശിയോടെ പഠിക്കുക. ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് എക്സാം നമ്മൾ തകർക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. പേരൻസിൻ്റെ ഒക്കെ പറയുക, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നല്ല കിടിലിനായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുക മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കും മക്കളെ. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം മക്കളെ. അത്യാവശ്യം കുട്ടികളുണ്ടെങ്കിൽ മാത്രം ബാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം അത്ര എഫേർട്ട് എടുത്ത് വേണം ഇത് പഠിപ്പിക്കാൻ. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാൻ ഫുൾ ക്ലാസ്സുകൾ ആദ്യം തൊട്ട് തുടങ്ങണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ തയ്യാറാണ് ഞാൻ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.